ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പിന് വേണ്ടിയാണോ CPIM സോളാർ സമരം അവസാനിപ്പിച്ചതെന്ന് സംശയിക്കുന്നതായി കെ രമ MLA. കേസ് അന്വേഷണം ഉന്നതരിലേക്ക് എത്തിയില്ല. ധാരണയുണ്ടാക്കിയവർ അക്കാര്യം വ്യക്തമാക്കണമെന്നും കെ രമ 24-നോട് പറഞ്ഞു. പക്ഷേ എന്തോ ചില അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഞാനും അന്നേ പറഞ്ഞതാണ്. അത് എന്താണ് എന്നത് വെളിപ്പെടുത്താനോ തെളിയിക്കാനോ നമ്മളെ കയ്യിൽ ഒരു ഡാറ്റയുമില്ല. പക്ഷേ അങ്ങനെ പൊടുന്നനെ ഒരു സമരം ഒത്തുതീർപ്പാകണമെങ്കിൽ അതിനകത്ത് മറ്റ് വല്ലതും ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം സ്വാഭാവികമാണ്. ആ സംശയം ഉണ്ട്. അപ്പോൾ എന്താണ് അതിനകത്ത് നടന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. അതിലൊരു മാധ്യമപ്രവർത്തകൻ ആണ് ഇടപെട്ടത് എന്നുള്ള വാർത്തകളും കൂടി വരുന്നു. എന്താണ് മാധ്യമപ്രവർത്തകന് ഇതിനുള്ള പ്രത്യേക താല്പര്യം? എന്താണ് മാധ്യമപ്രവർത്തകൻ അങ്ങനെ ഒരു ഇടപെട്ട് ഇത് അവസാനിപ്പിക്കാൻ ഒരു ഇടനിലക്കാരനായി നിൽക്കേണ്ട ഒരു സാഹചര്യം എന്താണ് ഉണ്ടായത്? ഇത് സംബന്ധിച്ച് അവർ തന്നെയാണ് പറയേണ്ടത്. ഡീല് നടത്തിയ ആളുകൾ ആരാണോ അവരത് സംബന്ധിച്ച് എന്തിനാണ് അത്തരത്തിലൊരു ഡീല് നടത്തിയ സമരം അവസാനിപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതിലപ്പുറത്തേക്ക് എന്താണെന്ന് എനിക്കറിയില്ല, അത് പറയാനും കഴിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, സത്യം എന്തായാലും പുറത്തു വരും. അത് അധികം വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചന്ദ്രശേഖരൻ്റെ വധക്കേസ് താഴെത്തട്ടിലുള്ള ഗൂഢാലോചനയല്ലാതെ അതിനപ്പുറത്തേക്ക് പി മോഹനിലേക്ക് പോലും ആ കേസ് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് അത് പോകാൻ സാധിച്ചില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് അത് പോവാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നിശ്ചയമില്ല. ഞങ്ങളതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിയമ പോരാട്ടത്തിലേക്കാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയി 2 പേരെ കൂടി പുതുതായി ആഡ് ചെയ്തു. ഇനി അടുത്തത് സുപ്രീം കോടതിയിൽ പോവുകയാണ്. ഇതിൻ്റെ സൂത്രധാരൻ മാസ്റ്റർ ബ്രെയിൻ ആരാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞങ്ങൾ അന്ന് മുതൽക്കേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടത്തിലാണ് ഞങ്ങൾ നടത്തുന്നത്. അത് ഞാനതാ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ ഓരോ സന്ദർഭത്തിൽ ഓരോ കാര്യം വെളിപ്പെട്ട് വരികയാണ്. ഇനി ഇതിനകത്ത് അത്തരം ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അധികം വൈകാതെ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, അത് അന്നേ ചർച്ചയുണ്ടായിരുന്നു. സോളാർ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് പിന്നിൽ ടി.പി. കേസ് ആണ് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് അന്ന് തന്നെ ചർച്ചയുണ്ടായിരുന്നു. ആ സമയത്ത് അത്തരം വിഷയം അതൊക്കെ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ചർച്ചയിലേക്ക് വന്നതാണ്. അതിൻ്റെ യാഥാർത്ഥ്യം ഒരുപക്ഷെ ഈ വെളിപ്പെടുത്തിയ മാധ്യമപ്രവർത്തകൻ തന്നെ പറയണം. ഇത്തരം കാര്യങ്ങൾ അറിയെങ്കിൽ എന്തിനാണ് എന്നതിനെ സംബന്ധിച്ചും കൂടി ആ ഡീലിൽ ഏർപ്പെട്ട ആളുകൾക്ക് അറിയാലോ. അതാണ് ഞാൻ പറഞ്ഞ മാധ്യമപ്രവർത്തകരാണ് ഇതിലകത്തുള്ളത്. അതിൽ ആ മാധ്യമപ്രവർത്തകർ തന്നെ ഇത്രയും കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കൂടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. അത്തരം കാര്യങ്ങൾ പുറത്തു പറയട്ടെ, ഇത്തരം സംഗതികളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മിഥില ബാലനുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. മിഥില, മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ തുടങ്ങിയ സമരം 30 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചു പോയതാണ് CPIM. അതിന് CPM തന്നെ മുൻകൈ എടുത്തു എന്ന വെളിപ്പെടുത്തലോടെ രാഷ്ട്രീയ വിവാദമായി മാറുന്നു. ഇന്നിപ്പോൾ കെ രമയുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്ന അവർ സംശയം പ്രകടിപ്പിക്കുമ്പോൾ അത് കോൺഗ്രസിന് കൂടി മറുപടി പറയേണ്ട ബാധ്യതയിലേക്ക് പോവുകയല്ലേ? എന്തുകൊണ്ട് ഗൂഢാലോചനയിലെ വൻസ്രാവുകളിലേക്ക് പോകാതെ അന്വേഷണം അവസാനിച്ചു എന്നതിന് കോൺഗ്രസ് നേതൃത്വം കൂടി മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്കല്ലേ പോകുന്നത്? തീർച്ചയായും ഗോകുൽ, കോൺഗ്രസിന് കൂടി ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുപടി പറയേണ്ടതുണ്ട്. കാരണം കെ രമ പറഞ്ഞത് ഈ സോളാർ കേസ് സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് തന്നെ ഉയർന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ചർച്ച എന്നത് ടി.പി. കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ പൊടുന്നനെ ഈ സമരം അവസാനിപ്പിച്ചത് എന്നാണ്. ആ ഒരു ചർച്ച ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് എന്ന് കെ രമ പറയുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ താഴെത്തട്ടിലേക്ക് മാത്രമാണ് അന്വേഷണം എത്തിയത്. പി മോഹനിലേക്ക് പോലും അന്വേഷണം എത്തിയിട്ടില്ല. അതായത് ഉന്നത നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. ടി.പി. ചന്ദ്രശേഖരൻ വധത്തിന് പിന്നാലെ കെ രമ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ വൻ സ്രാവുകളിലേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല. ഇത്തരത്തിൽ സോളാർ സമരം അവസാനിപ്പിച്ച ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ അല്ലെങ്കിൽ CPM-ലെ ഉന്നത നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ സമരം ഒത്തുതീർപ്പാക്കി അല്ലെങ്കിൽ സമരം അവസാനിപ്പിച്ചത് എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണം ഇന്ന് വീണ്ടും കെ രമയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് മറുപടി പറഞ്ഞത്. ചില അന്തർധാരകൾ സംശയിക്കുന്നു. പൊടുന്നനെ ഒരു സമരം, വലിയ രീതിയിൽ കത്തിപ്പടർന്ന ഒരു സമരം, സോളാർ സമരം, മുഖ്യമന്ത്രി രാജിവെക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ ഒരു സമരം പൊടുന്നനെ അവസാനിപ്പിക്കണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ എന്തോ കാര്യമുണ്ട്. പക്ഷേ അത് തെളിയിക്കാനുള്ള തെളിവോ മറ്റു കാര്യങ്ങളോ തൻ്റെ കയ്യിലില്ല. ഒരു നാൾ ഈ സത്യം പുറത്തു വരും എന്നും കെ രമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഗോകുൽ. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കെ രമ ഒരു സംശയം ഉന്നയിക്കുമ്പോൾ അത് ടി.പി. കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു ഒത്തുതീർപ്പുണ്ടായോ എന്നത് കോൺഗ്രസ് കൂടി മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്കാണ് പോകുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.